അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്തുകൾ 75 മുതൽ 80 വരെയുള്ള ആയത്തുകളിലെ ചോദ്യോത്തര പഠന സഹായി. ആയത്ത് 75-ൽ അള്ളാഹുവിൻ്റെ വചനം കേൾക്കുകയും അതിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു എന്ന് പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻ: സാധാരണക്കാരായ യഹൂദ ജനങ്ങൾ. ബി. തൗറാത്തും അതിൻ്റെ കൽപ്പനകളും കൃത്യമായി മനസ്സിലാക്കിയ യഹൂദ പണ്ഡിതന്മാർ. സി. മദീനയിലെ കപടവിശ്വാസികൾ. ഡി. മുശ്രിക്കുകളായ അറബികൾ. ശരിയുത്തരം ഓപ്ഷൻ ബി. തൗറാത്തും അതിൻ്റെ കൽപ്പനകളും കൃത്യമായി മനസ്സിലാക്കിയ യഹൂദ പണ്ഡിതന്മാർ. അടുത്ത ചോദ്യം, ആയത്ത് 75 അനുസരിച്ച് യഹൂദരിൽ ഒരു വിഭാഗം വേദവാക്യങ്ങളിൽ മാറ്റം വരുത്തിയത് എങ്ങനെയാണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ. അക്ഷരങ്ങളിലും വാക്കുകളിലും മാറ്റം വരുത്തി, ചില ഭാഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. സി. യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി വ്യാഖ്യാനങ്ങൾ മാറ്റിമറിച്ചു. ഓപ്ഷൻ ഡി. ഭാഷാപരമായ അബദ്ധം കൊണ്ട് സംഭവിച്ചതാണ്. ഉത്തരം സി. യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി വ്യാഖ്യാനങ്ങൾ മാറ്റിമറിച്ചു. അടുത്ത ചോദ്യം, യഹൂദരിലെ കപടന്മാർ പരസ്പരം ചോദിക്കുന്നത് കാണാം, അള്ളാഹു നിങ്ങളുടെ അടുക്കൽ തെളിയിച്ചു തന്നത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അവർ അത് നിങ്ങൾക്കെതിരെ തെളിവാക്കാൻ വേണ്ടിയോ? ഇതിൽ നിന്നും അവരുടെ ഏത് തെറ്റായ ചിന്താഗതിയാണ് വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ. പരലോകം എന്നൊന്ന് ഇല്ല എന്ന വിശ്വാസം. ഓപ്ഷൻ ബി. വിശ്വാസികൾക്ക് അറബി ഭാഷ അറിയില്ല എന്ന ധാരണ. ഓപ്ഷൻ സി. തങ്ങൾ പുറത്തു പറയാതിരുന്നാൽ അള്ളാഹുവിന് അത് അറിയില്ലെന്നും പരലോകത്ത് ആ തെളിവ് നിങ്ങൾക്കെതിരെ വരില്ലെന്നുമുള്ള ബാലിശമായ ചിന്ത. ഓപ്ഷൻ ഡി. തൗറാത്ത് നശിച്ചു പോകുമെന്ന ഭയം. ശരിയുത്തരം ഓപ്ഷൻ സി. തങ്ങൾ പുറത്തു പറയാതിരുന്നാൽ അള്ളാഹുവിന് അത് അറിയില്ലെന്നും പരലോകത്ത് ആ തെളിവ് ഞങ്ങൾക്കെതിരെ വരില്ലെന്നുമുള്ള ബാലിശമായ ചിന്ത. ആയത്ത് 77-ൽ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ടെന്ന് അവർക്കറിഞ്ഞുകൂടെ? അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന ചോദ്യത്തിലൂടെ പ്രധാനമായും തിരുത്തുന്നത് എന്താണ്? ഓപ്ഷൻ എ. അവിശ്വാസികളുടെ അജ്ഞതയെ. ഓപ്ഷൻ ബി. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കപടവിശ്വാസികളുടെ വികലമായ സങ്കല്പത്തെ. വിശ്വാസികളുടെ പ്രാർത്ഥനകളെ. ഓപ്ഷൻ ഡി. മലക്കുകളുടെ എഴുത്തുകളെ. ശരിയുത്തരം ഓപ്ഷൻ ബി. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കപടവിശ്വാസികളുടെ വികലമായ സങ്കല്പത്തെയാണ്. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, രഹസ്യവും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം, ആയത്ത് 78-ൽ പറയുന്ന ഉമ്മിയീങ്ങൾ വമിൻഹും ഉമ്മിയൂൻ എന്ന പദം കൊണ്ട് യഹൂദരിലെ ഏത് വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ. മദീനയിലെ അറബി ഗോത്രങ്ങൾ. ഓപ്ഷൻ ബി. വേദഗ്രന്ഥത്തിൽ അറിവില്ലാത്ത കേവലം വ്യാമോഹങ്ങൾ മാത്രം കൈമുതലായുള്ള യഹൂദരിലെ സാധാരണക്കാർ. ഓപ്ഷൻ സി. യഹൂദരിലെ വലിയ പണ്ഡിതന്മാർ. ഓപ്ഷൻ ഡി. ഹിജ്റ പോയ മുഹാജിറുകൾ. ഉമ്മിയൂൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി.
വേദഗ്രന്ഥത്തിൽ അറിവില്ലാത്ത കേവലം വ്യാമോഹങ്ങൾ മാത്രം കൈമുതലായുള്ള യഹൂദരിലെ സാധാരണക്കാർ. അടുത്ത ചോദ്യം, 78 പറയുന്ന അമാനീയ എന്ന പദത്തിന്റെ കൃത്യമായ അർത്ഥതലങ്ങളിൽ പെടാത്തത് ഏതാണ്? അമാനീയ എന്ന അർത്ഥത്തിൽ പെടാത്തതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ അടിസ്ഥാനമില്ലാത്ത വെറും വ്യാമോഹങ്ങൾ. ഓപ്ഷൻ ബി അർത്ഥം ഗ്രഹിക്കാതെ കേവലം ഉരുക്കഴിക്കൽ മാത്രം നടത്തുക. ഓപ്ഷൻ സി തൗറാത്തിലെ നിയമങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കൽ. ഓപ്ഷൻ ഡി പണ്ഡിതന്മാർ പറഞ്ഞുണ്ടാക്കിയ വ്യാജ കഥകൾ വിശ്വസിക്കൽ. ശരി ഉത്തരം ഓപ്ഷൻ സി തൗറാത്തിലെ നിയമങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കൽ. 78 യഹൂദരിലെ സാധാരണക്കാരെ കുറിച്ച് അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വ ഇൻഹും ഇല്ലാ യളുന്നൂൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ അവർക്ക് സ്വന്തമായ ഒരു കാര്യത്തിലും ദൃഢബോധ്യമോ സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവോ ഇല്ലായിരുന്നു. ഓപ്ഷൻ ബി അവർ ഇസ്ലാമിനെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. ഓപ്ഷൻ സി അവർ തൗറാത്തിന്റെ കയ്യെഴുത്തു പ്രതികൾ പരിശോധിക്കുകയായിരുന്നു. ഓപ്ഷൻ ഡി അവർ പ്രവാചകന്റെ വാക്കുകളെ സംശയിച്ചു. വ ഇൻഹും ഇല്ലാ യളുന്നൂൻ അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം ഓപ്ഷൻ എ അവർക്ക് ദൃഢബോധ്യമോ സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവോ ഇല്ലായിരുന്നു. 79 പറയുന്ന സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും പിന്നീട് അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. ഈ ശാപം പ്രധാനമായും ആർക്കെതിരെയാണ്? ഓപ്ഷൻ എ വ്യാജ പ്രവാചകന്മാർക്കെതിരെ. ഓപ്ഷൻ ബി മതവിശ്വാസങ്ങളെ സ്വന്തം യഥാർത്ഥ താല്പര്യങ്ങൾക്കായി വിൽക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന മതനേതാക്കൾക്കെതിരെ. ഓപ്ഷൻ സി ഖുർആൻ എഴുതിയെടുക്കുന്ന സ്വഹാബികൾക്കെതിരെ. ഓപ്ഷൻ ഡി കവിതകൾ എഴുതുന്ന അറബികൾക്കെതിരെ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി മതവിശ്വാസങ്ങളെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിൽക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന മതനേതാക്കൾക്കെതിരെ. അടുത്ത ചോദ്യം, 79 അനുസരിച്ച് സ്വന്തമായി ഗ്രന്ഥം എഴുതിയുണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഓപ്ഷൻ എ ജനങ്ങൾക്ക് എളുപ്പമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കാൻ. ഓപ്ഷൻ ബി സമനൻ ഖലീല തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾ കൊതിച്ചുകൊണ്ട്. ഓപ്ഷൻ സി വേദഗ്രന്ഥം സംരക്ഷിക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട്. ഓപ്ഷൻ ഡി അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾ കൊതിച്ചുകൊണ്ട്. സമനൻ ഖലീല. അടുത്ത ചോദ്യം, 80 യഹൂദരുടെ ഒരു പ്രസ്താവന കാണാം. ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമം മൗദൂദ എണ്ണപ്പെട്ട ചില ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയേയില്ല. എന്തായിരുന്നു അവരുടെ ഈ വ്യാമോഹത്തിന് പിന്നിലെ അടിസ്ഥാനം? ഓപ്ഷൻ എ അവർ വലിയ പുണ്യപ്രവർത്തികൾ ചെയ്തവരാണെന്ന ബോധം. ഓപ്ഷൻ ബി തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ജനതയാണെന്നും ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ അത് താൽക്കാലികം മാത്രമായിരിക്കുമെന്നുമുള്ള വംശീയമായ അന്ധവിശ്വാസം. ഓപ്ഷൻ സി നരകം എന്നൊന്ന് ഇല്ല എന്ന ഉറപ്പ്. ഓപ്ഷൻ ഡി അവർ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട്. ശരി ഉത്തരം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയജനതയാണെന്നും ശിക്ഷ താൽക്കാലികമാണെന്നുമുള്ള വംശീയമായ അന്ധവിശ്വാസം. അതാണ് അവരെ ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമം മഅദൂദ എണ്ണപ്പെട്ട ചില ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയേയില്ല എന്ന് പറയുവാനുള്ള ആ ഒരു വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനം. അടുത്ത ചോദ്യം,
യഹൂദരുടെ ഈ വാദത്തിന് മറുപടിയായി അള്ളാഹു നബിയോട് ചോദിക്കാൻ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? ഇതിലൂടെ ഖുർആൻ വ്യക്തമാക്കുന്ന തത്വം എന്താണ്? ഓപ്ഷൻ എ, പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വംശീയതയോ അന്ധമായ അവകാശവാദങ്ങളോ പോരാ, അള്ളാഹുവിൻ്റെ പ്രമാണബദ്ധമായ ഉറപ്പുണ്ടായിരിക്കണം. ഓപ്ഷൻ ബി, യഹൂദർക്ക് അള്ളാഹുവുമായി പ്രത്യേക കരാർ ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി, കരാറുകൾ ലംഘിക്കുന്നത് തെറ്റാണ്. ഓപ്ഷൻ ഡി, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ളത്. ശരിയുത്തരം ഓപ്ഷൻ എ, പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വംശീയതയോ അന്ധമായ അവകാശവാദങ്ങളോ പോരാ, അള്ളാഹുവിൻ്റെ പ്രമാണബദ്ധമായ ഉറപ്പുണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, ആയത്ത് 80 അവസാന ഭാഗത്ത് അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറയുകയാണോ എന്ന് ചോദിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ പാപം ഏതാണ്? ഓപ്ഷൻ എ, സാമ്പത്തിക ഇടപാടുകളിൽ കള്ളം പറയൽ. ഓപ്ഷൻ ബി, ശരിയായ പ്രമാണങ്ങളില്ലാതെ ദീനിന്റെ പേരിൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ. ഓപ്ഷൻ സി, മറ്റുള്ളവരെ ചതിക്കാൻ പദ്ധതിയിടൽ. ഓപ്ഷൻ ഡി, അറബിക് വ്യാകരണ നിയമങ്ങൾ തെറ്റിക്കൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, ശരിയായ പ്രമാണങ്ങളില്ലാതെ ദീനിന്റെ പേരിൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ. അടുത്ത ചോദ്യം, സൂറത്തുൽ ബഖറ 75 മുതൽ 80 വരെയുള്ള ആയത്തുകളിലെ ചർച്ചകളുടെ ആകത്തുകയായി സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണപാഠം എന്താണ്? ഓപ്ഷൻ എ, യഹൂദരുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും പാടില്ല. ഓപ്ഷൻ ബി, വേദഗ്രന്ഥങ്ങളെ അന്ധമായി അനുകരിക്കാതെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിച്ചു ജീവിക്കുകയും മതത്തെ ഭൗതിക ലാഭങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേപോലെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഓപ്ഷൻ ഡി, മതപഠനം സാധാരണക്കാർക്ക് നിഷിദ്ധമാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി, വേദഗ്രന്ഥങ്ങളെ അന്ധമായി അനുകരിക്കാതെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിച്ചു ജീവിക്കുകയും മതത്തെ ഭൗതിക ലാഭങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക.